ഹായ്, അടൂരുകാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, എന്നെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഫേസ്ബുക്കിൽ കുറേ പേർക്ക് എന്നെ അറിയാം, പക്ഷേ യൂട്യൂബിൽ എന്നെ അറിയുമെന്ന് അറിയത്തില്ല. ഫേസ്ബുക്കിൽ നിന്ന് വന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, നമ്മുടെ വീഡിയോ ഒന്നും ആരും അത്ര മൈൻഡ് ചെയ്യുന്നില്ല. ലൈക്കോ കമൻസ് ഇല്ലെങ്കിലും വേണ്ടിയില്ല, ലൈക്കിൽ എന്താണെന്ന് പോകല്ലോ. 400 പേരുണ്ട്. പക്ഷേ എന്താണോ നമുക്ക് സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ടോ ഭംഗിയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കാശില്ലാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും, എനിക്കറിയത്തില്ല. എന്ത് തന്നെ ആയാലും ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടൊക്കെ ഉണ്ട് വീടൊക്കെ ഇല്ലേ. അപ്പോൾ നമുക്ക് വസ്തുവൊക്കെ വാങ്ങിച്ചിട്ടേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വീട് പണിയൊക്കെ തുടങ്ങണം, വീട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അടുക്കളയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും വീഡിയോ ചെയ്തിട്ടൊന്നുമില്ല. കാരണം ഇപ്പോൾ കൂടുതലും ഞാൻ എന്തെങ്കിലും ഓൾ വോയിസ് വീഡിയോ എവിടെയെങ്കിലും ഇരുന്നിട്ടൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കിങ്ങനെ യൂട്യൂബ് വീഡിയോ ഒന്നും ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ അതിലുള്ള പാകപ്പിഴവുകളൊക്കെ നിങ്ങളൊക്കെ ക്ഷമിക്കണം. ആരും ഒന്നും അറിവുള്ള പോലെയല്ലോ എല്ലാം ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു വന്ന കുറേ സങ്കടങ്ങളും സന്തോഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് വലുതാണ്. ഞാൻ ചവിട്ടി വന്ന ഓരോ പടവുകളിലും ഓരോ പടവിലും എത്രമാത്രം മുള്ളും കല്ലും നിറഞ്ഞതാണ് ഞാൻ ചവിട്ടി വന്നതെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരാൾക്കറിയാം. അതിൻ്റെ വേദന എത്രത്തോളമാണെന്ന് അറിയത്തില്ല. അപ്പോൾ അത് നമുക്ക് ഓപ്പോസിറ്റിൽ നിന്ന് നമ്മൾ വിമർശിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അത് എന്താണെന്ന് മനസ്സിലാവില്ല. അവർ വെറും വിമർശകർ മാത്രമായിരിക്കും. പക്ഷേ സ്വന്തം ഈ അനുഭവം അവർക്ക് വരുമ്പോഴാണ് അവരതിൻ്റെ ആഴം മനസ്സിലാക്കുന്നത്. അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ. അപ്പോൾ വിമർശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിലും നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് എൻ്റെ അമ്മയാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ വലിയൊരു ആഗ്രഹമാണ് ഇത് 30-35 വയസ്സുള്ളപ്പോൾ ഫോട്ടോ അമ്മയുടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ആ ഫോട്ടോ അമ്മയ്ക്ക് അത് ഇതുപോലൊന്ന് ചെയ്ത് ഭിത്തിയിലിരിക്കുന്ന കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു മരിച്ചവർ ഫോട്ടോ അല്ലേ അങ്ങനെ വയ്ക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയുക, നീ എനിക്ക് കാണാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവർ ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഉത്തരവാദിത്വം. അപ്പോൾ നമ്മളത് ചെയ്തു കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ അമ്മ ഭിത്തിയെ കയറിയിരിക്കുകയാണ്. നമ്മൾ സാധാരണ പറയും ഭിത്തിയിൽ നിന്നെ ഞാൻ ഭിത്തിയിൽ ഒട്ടിക്കുമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ എൻ്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കെ തന്നെ ഭിത്തിയെ കയറിയിരിക്കുന്നുണ്ട്. പാവം കേട്ടോ, അമ്മയുടെ ആഗ്രഹം അങ്ങനെ ഇരിക്കണമെന്ന്, അത് അമ്മയ്ക്ക് കാണണമെന്ന്. അപ്പോൾ അത് ഇന്നലെ വിഷു അല്ലായിരുന്നോ, വിഷുവിനോട് വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോഴും ഇത് കണ്ടിട്ട് പറഞ്ഞു, എടി എൻ്റെ ഫോട്ടോ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയൊക്കെ വെക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ വെക്കാമേന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിത് ഫ്രെയിം ചെയ്യിച്ചിട്ടില്ല കേട്ടോ, ഫ്രെയിം ചെയ്യിച്ചിട്ടില്ല. അപ്പോൾ അത് ഗ്ലാസ്സൊക്കെ ഇട്ട് നമ്മൾ ഭദ്രമാക്കി വെക്കണം. അപ്പോൾ അത് അമ്മയുടെ ആഗ്രഹമാണ്. പിന്നെ ഇതേ കണ്ടോ, ഒരു ഫാൻ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ വീഡിയോ ഇട്ടില്ല, കാരണം വീഡിയോ ഇടാൻ വേറൊന്നുമല്ല. നമ്മൾ എല്ലാവർക്കും നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മുടെ മാത്രം സന്തോഷം, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം. അവർക്കതൊരു കളിയാക്കാനുള്ളൊരു കാര്യം മാത്രമായിട്ട് ഒതുങ്ങുന്നത്. അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ കളിയാക്കാൻ ചിലവർ ഞാൻ കാണുന്നതാണ്, ഒരു തുണി എടുത്താലോ, ഏറ്റവും കുറഞ്ഞായിരിക്കും, ഒരു തുണി എടുത്താലോ അല്ലെങ്കിൽ ഒരു പാത്രം എടുത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിച്ചാത്തി പോലും എടുത്താൽ അവരത് വീഡിയോ ചെയ്തിടുമ്പോഴത്തേന് ആൾക്കാർ വന്നിട്ട്, ഞാൻ വിചാരിച്ച 5 ലക്ഷത്തിൻ്റെ കാറായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച വലിയൊരു വണ്ടിയായിരിക്കും, വലിയൊരു വീടായിരിക്കും, ഇതിനൊക്കെയാണോ നിങ്ങൾ വീഡിയോ ഇടുന്നതെന്ന് ചോദിക്കണം. പക്ഷെ അവരത് വാങ്ങിച്ച അവർ ചിലപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഇച്ചിരി പൈസ ഉണ്ടാക്കിയിട്ടൊക്കെ ആയിരിക്കും അവർ വാങ്ങിക്കുന്നത്. വാങ്ങിച്ച അവരുടെ സന്തോഷം അതാണ് നമ്മുടെ മുമ്പിൽ അവർ പ്രകടിപ്പിക്കുന്നത്. വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക എന്ന് പറയുന്നത് പോലെ, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കാണാതിരിക്കുക. പക്ഷേ എങ്കിലെന്ന് പറഞ്ഞാൽ അവരെ ആരെയും നിങ്ങൾ ചെറുതാക്കരുത്. അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങൾക്കത് ചെറുതായിട്ട് തോന്നരുത്. നിങ്ങൾക്ക് തോന്നിയാൽ പോലും നിങ്ങളത് അവരോട് പറയരുത്. കാരണം അവർ അത്രമാത്രം ഇഷ്ടപ്പെട്ടായിരിക്കും അത് ചെയ്യുന്നത്. അവർക്കത് വേദന ഉണ്ടാക്കും. എന്ന് പറഞ്ഞതുപോലെ ഞാനും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇടുമായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു മടി പോണക്ക്, എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാൻ നടന്ന് കയറി വന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ടാണ് എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. ഓരോരോ സമയത്തും ഓരോന്നും ആഗ്രഹിച്ചത് ഓരോന്നോരോന്ന് നഷ്ടപ്പെടുമായിരുന്നു.
ഇന്ന് ഇപ്പോൾ ആഗ്രഹിക്കാനൊന്നും ഇല്ല. എന്താഗ്രഹിച്ചാലും എനിക്കത് നഷ്ടപ്പെടും. എന്ത് നേടണമെന്ന് ഞാൻ വിചാരിക്കുന്നു അതെല്ലാം എനിക്ക് നഷ്ടപ്പെടും. അപ്പം നഷ്ടപ്പെടേണ്ട ഒരു കോട്ടായമാണ് ഞാൻ. അവിടെ നിന്ന് ഇവിടെ വരെയൊക്കെ എത്തിപ്പെട്ട് നിൽക്കുന്നത് തന്നെ ഇപ്പം എൻ്റെ മക്കളോടൊക്കെ സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഏറെക്കുറെയൊക്കെ സന്തോഷമുണ്ട്, ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ മക്കൾ എനിക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എനിക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നത് എൻ്റെ അമ്മയെ മാത്രമാണ്. കാരണം എൻ്റെ അമ്മ എപ്പോഴും സങ്കടങ്ങളിലാണ് ജീവിച്ചിട്ടുള്ളത്. എൻ്റെ അമ്മയ്ക്ക് സന്തോഷം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ വീടും കാര്യങ്ങളും ഒക്കെ കണ്ടോ, എൻ്റെ വീടും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഞാൻ വാങ്ങിയിട്ട് എടുത്തിട്ടൊന്നുമില്ല. ഇങ്ങനെയൊക്കെയാണ് ഞാനെന്ന വ്യക്തി. ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സങ്കടങ്ങളും അതിനൊക്കെ അതിജീവിച്ച് ഞാൻ എന്നാ ചോദിക്കും, നീ മാത്രമാണോ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്? കുറേ പേര് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നു. ഞാൻ പറയാം, കുറേ പേര് കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ അമ്മ പറയും, എൻ്റെ അമ്മ ജീവിതത്തിൽ അനുഭവിക്കാൻ ഒന്നുമില്ല എന്ന് പറയും. അത്രയും അമ്മ അനുഭവിച്ചു എന്ന് പറയും. അപ്പം ഞാൻ അമ്മയെ കടത്തി വിട്ട് ഞാൻ പറയും, ഞാൻ അനുഭവിച്ചതിൻ്റെ അത്രയും അമ്മ അനുഭവിക്കാറില്ല എന്ന് പറയും. അപ്പോൾ അമ്മ ചോദിക്കാതെ എന്താ നീ അങ്ങനെ പറയും? അപ്പോൾ വേറൊന്നുമല്ല, എൻ്റെ അമ്മയെ കെട്ടിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് എൻ്റെ അമ്മ അനുഭവിച്ചത്. എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന സമയത്ത്, അതായത് കെട്ടിച്ചു വിടുന്ന 19 വയസ്സ് വരെയും എൻ്റെ അമ്മ അവിടുത്തെ രാജകുമാരിയായിരുന്നു. കുറേ ഏട്ടന്മാരും ഒരു ഏട്ടത്തിയും ഒക്കെ ആയിട്ട് അമ്മ, അവർ 4-5 ആണുങ്ങളുണ്ട്. 5 ആണുങ്ങളുടെയോ മറ്റോ 5 or 6 ആണുങ്ങൾ അങ്ങോട്ടുണ്ട് മാമന്മാർ. അവർ അത് പിന്നെ ഒരു ചേച്ചി, അമ്മയ്ക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി ഇവരെ എല്ലാം കഴിഞ്ഞിട്ടാണ് അമ്മ, ഏറ്റവും ഇളയതാണ് അമ്മ. അപ്പോൾ അത്രയും അമ്മ ആ വീട്ടിലമ്മ സന്തോഷത്തോടെ ജീവിച്ച ഒരാളാണ്. മുത്തച്ഛൻ, എൻ്റെ അമ്മയുടെ അച്ഛൻ അന്നത്തെ കാലത്ത് എന്താണെന്ന് പറഞ്ഞാൽ എഴുത്തൊക്കെ ആശാൻ അക്ഷരം പഠിപ്പിക്കുന്ന ആശാനായിരുന്നു. അപ്പോൾ എവിടെ ചെന്നാലും ഒരു സ്ഥാനമാനവും ഒരു ബഹുമാനവും ഒരു കസേരയും ഉറപ്പായിട്ടൊരു വ്യക്തിയായിരുന്നു എൻ്റെ അമ്മയുടെ അച്ഛൻ. അപ്പം ആ ഒരു ഇതിലൊക്കെ വളർന്ന ചുറ്റുപാടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോയിരുന്ന ഒരു ഫാമിലിയിലെ ഒരു അംഗമാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മ കെട്ടിച്ചുകൊണ്ട് വന്നതിന് ശേഷം എൻ്റെ അമ്മ അനുഭവിച്ചത് കാരാഗ്രഹ ജീവിതവും കഠിന തടവും അതേപോലെ തന്നെ വേദനകളും ഒക്കെയായിരുന്നു, മാനസികമായിട്ടും ശാരീരികമായിട്ടും. പക്ഷേ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ 5 വയസ്സ് മുതലാണ്. 5 വയസ്സ് മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അതിൻ്റേതൊക്കെ ഈ നിമിഷം വരേക്കും, അപ്പോൾ അതിൻ്റെ കാഠിന്യം എത്ര വലുതായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. അപ്പം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളെപ്പറ്റി പറയാനുണ്ട്. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിൻ്റെ കഥകൾ പറയുമോ, നിന്നെപ്പറ്റി പറയുമോ, നിൻ്റെ ജീവിതം എന്താണെന്നൊക്കെ പറയുമോ എന്ന് ചോദിക്കും. ചിലപ്പോൾ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഓരോ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഓരോരുത്തർ ചോദിക്കാറുണ്ട്. അപ്പം ഈ കൂടുതലും ഇപ്പം ഓരോരുത്തർ അവരുടെ സങ്കടങ്ങളാണ്. നമ്മളെപ്പോൾ നോക്കിയാലും ആരുടെ വീഡിയോ നോക്കിയാലും കുറച്ച് അവരുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ. അപ്പോൾ എൻ്റെയും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വേദനിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ നമ്പ്യാർവട്ടം പൂത്ത് നിൽപ്പുണ്ട്, നിറച്ച് പോകുക കേട്ടോ. അപ്പോൾ അതിലോട്ടാണ് എൻ്റെ ശ്രദ്ധ മൊത്തം പോകുന്നത്. ഞാൻ തല വയ്ക്കത്തില്ല, പക്ഷേങ്കിൽ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുളിക്കാനൊക്കെ എണ്ണയൊക്കെ തേച്ച് മുടി ഇങ്ങനെ അമ്മക്കെട്ടൊക്കെ കെട്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ നമ്പ്യാർ ചെടിയിൽ ഇങ്ങനെ പൂവ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ അതിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നതിനെ കൂടുതൽ അങ്ങോട്ടാണ് എൻ്റെ ശ്രദ്ധ പോകുന്നത്. അപ്പോൾ നാളെ ഞാൻ നിങ്ങളെ കാണിക്കാം അത് ചെടിയും പൂവും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് എന്നെപ്പറ്റി പറയാനൊക്കെ ഉള്ളത്. അപ്പോൾ പോകെ എൻ്റെ കഥകളും കാര്യങ്ങളും എൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും ഞാൻ അനുഭവിച്ച വേദനകളും നിർണായക ഘട്ടങ്ങളും ഓരോ ജീവിതത്തിൽ വന്ന ഓരോ പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഞാനെടുത്ത തീരുമാനങ്ങൾ ഒക്കെ എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. അപ്പം വേറെ ഞാൻ ഒരിക്കലും പറയാൻ ഞാൻ ആഗ്രഹിച്ച ഒരാളല്ല. എനിക്ക് എന്നെപ്പറ്റി അങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാനായിട്ട് തന്നെ അങ്ങനെ ഇരിക്കട്ടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണിൽ ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ എൻ്റെ മോൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മയെപ്പറ്റി തന്നെ വീഡിയോ ചെയ്താൽ മതി, അമ്മ വേറെ ഒന്നിനും പോകണ്ട, അമ്മയെപ്പറ്റി തന്നെ പറഞ്ഞ് അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞ് അമ്മ അനുഭവിച്ച ചുറ്റുപാട് സാഹചര്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് വീഡിയോ. അപ്പോൾ ഇന്നലെ കൂടി എന്നോട് ഒരാൾ ചോദിച്ചു, നിൻ്റെ ജീവിതം എന്താണ്, നിൻ്റെ കഥ എന്താണ്, ഞാൻ നിന്നെ കേൾക്കാൻ തയ്യാറാണ്, എന്നോട് പറയാമോ? അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു വ്യക്തിയോടായിട്ട് പറയാൻ
എനിക്ക് നിങ്ങളും ഞാനുമായിട്ട് അത്ര ബന്ധമില്ല. കാരണം എനിക്ക് അത്ര ബന്ധമുള്ള ഒരു വ്യക്തിയോട് പോലും ഞാനങ്ങനെ പറയാറില്ല. എനിക്ക് പൊതുവിൽ പറഞ്ഞാൽ മതി. എന്നെ അറിയുന്നെങ്കിൽ എല്ലാവരും അറിയണം, അറിഞ്ഞില്ലേ ആരും അറിയരുത്. അപ്പം ഞാൻ എൻ്റെ കഥകളൊക്കെ ഞാൻ വീഡിയോയിൽ പറയും, അപ്പം നിങ്ങൾ കേട്ടാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ പയ്യെ പയ്യെ എൻ്റെ ഓരോരോ കഥ, എനിക്ക് 5 വയസ്സ് മുതലാണ് എൻ്റെ ഓർമ്മയുള്ള സമയം. ആ 5 വയസ്സ് മുതലുള്ള സമയം തൊട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓരോ പാർട്ടായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. അതിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും പ്രശ്നങ്ങളും യാത്രകളും വേദനകളും യാതനകളും അങ്ങനെ പട്ടിണിയും വഴിവട്ടവും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാൻ റെഡിയാണ് കേൾക്കാൻ, നിങ്ങൾ റെഡിയാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നിടം വരേക്കും ബൈ ബൈ.